Dear students, welcome back to a new class. നമ്മളിന്ന് 5ാം ക്ലാസ് ഇംഗ്ലീഷ് ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ കിസ്സിങ് ഹാൻഡ് എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. ഇത് ഉത്തരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മക്കൾ ഈ ചാനലിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇതിൽ ഫസ്റ്റ് പാഠം ദ കിസ്സിങ് ഹാൻഡ് എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ ചോദ്യം, ചെസ്റ്റർ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ, വൈ? എന്തുകൊണ്ടാണ് ചെസ്റ്റർ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കാത്തത്? എന്തുകൊണ്ടാണ്? ഹി വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് ഹിസ് മദർ ആൻഡ് വാണ്ട് ടു പ്ലേ വിത്ത് ഫ്രണ്ട്സ്. കുട്ടികളോട് കളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഹി ഓൾസോ വാണ്ട് ടു പ്ലേ വിത്ത് ടോയ്സ് കഴിക്കണം, ബുക്ക് വായിക്കണം, ആൻഡ് സ്വിങ്, ഊഞ്ഞാലാടണം അല്ലേ. സോ ഹി ഡസൻ വാണ്ട് ടു ഗോ സ്കൂൾ. അതുകൊണ്ട് അവന് സ്കൂളിൽ പോകാൻ ആഗ്രഹമില്ലാത്തത്. ഇഫ് യു ആർ ഇൻ ചെസ്റ്റർ പ്ലേസ് വാട്ട് വുഡ് യു ഡു? ചെസ്റ്റർ പ്ലേസിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട അല്ലേ. ഇഫ് ഐ വർ ചെസ്റ്റർ ഐ വുഡ് ഗോ ടു സ്കൂൾ ഡെയിലി. ഞാൻ സ്കൂളിലേക്ക് പോകുന്നതാണ് പറയുന്നത്. ഐ വുഡ് ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ്. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. ടീച്ചേഴ്സ്, ബുക്ക്, ബാഗ്, വാട്ടർ ബോട്ടിൽ, പെൻസിൽ ബോക്സ്, അംബ്രല. ഐ ലൈക്ക് ഗോയിങ് ടു സ്കൂൾ. സ്കൂളിൽ പോകാൻ എനിക്ക് ഇഷ്ടമാണ് എന്നുത്തരമാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ചെസ്റ്റർ മദർ ടോൾ ഹിം ദ ഓൾഡ് സീക്രട്ട്. വാട്ട് മേ ബി ദ ഓൾഡ് സീക്രട്ട്? ആ സീക്രട്ട് എന്തായിരുന്നു എന്നാണ്. എന്തായിരുന്നു? ദ ഓൾഡ് സീക്രട്ട് ഈസ് ദ കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ് ആയിരുന്നു ആ ഓൾഡ് സീക്രട്ട്. അടുത്തതോ, ഹൗ ഡിഡ് മിസ് റാക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ഓവർകം ഹിസ് ഫിയർ? പേടി മാറ്റാൻ എന്താണ് മിസ് റാക്കൂൺ ചെയ്തത്? Miss Raccoon kissed her chest's palm and told him, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mom loves you. Mommy loves you. This helped him to overcome his fear. പേടി വരുമ്പോൾ കൈയെടുത്ത് ചെവിൽ എന്നാണ് കവിളത്ത് വെക്കാൻ പറഞ്ഞു അല്ലേ. ഒരു ഉമ്മയും കൊടുത്തു. അതാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം എന്താണ്? ഹൗ ഡിഡ് ചെസ്റ്റർ ഫീൽ when he kissed his mother? അതാണ് അമ്മയെ ചുംബിച്ചപ്പോൾ ചെസ്റ്ററിന് എന്താ ഫീൽ ചെയ്തതെന്നാണ്. When he kissed his mother, he felt very happy and loud. ഹാപ്പി ആയി. He also became fearless. അവന് പേടി പോയി. കംഫർട്ടബിൾ, സേഫ് ആയി അല്ലേ. അടുത്ത ചോദ്യം, who are the main character in the story? ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ആരൊക്കെയാ? ചെസ്റ്ററും റാക്കൂണും അല്ലേ. ചെസ്റ്റർ ആൻഡ് റാക്കൂൺ ആൻഡ് മദർ റാക്കൂൺ, ഇവര് 3 പേരാണ്. പിന്നെയോ, വിച്ച് പാർട്ട് ഓഫ് ദി സ്റ്റോറി ഡു യു ലൈക്ക് മോസ്റ്റ്, വൈ? എന്താണ് ഈ പാഠത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? എന്തുകൊണ്ടാണെന്ന് എഴുതണം. എന്തുകൊണ്ടാണ്? ദ പാർട്ട് ഐ ലൈക്ക് മോസ്റ്റ് ഇൻ ദ സ്റ്റോറി ഇസ് ദ സീക്രട്ട് ഓഫ് ദി കിസ്സിങ് ഹാൻഡ് അല്ലേ. കിസ്സിങ് ഹാൻഡ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കിസ്സിങ് ഹിയർ ഷോസ് ഹിസ് മദേഴ്സ് ലവ്. ഇവിടെ ഒരു അമ്മയുടെ സ്നേഹവും കരുതലുമാണ് കാണുന്നത്. വിച്ച് മേക്സ് ഹെർ സൺ കംഫർട്ടബിൾ ആൻഡ് സേഫ് എന്ന്. ഓക്കെ, ഇനി ഓരോ ആക്ടിവിറ്റികളാണ്. ഗസ്സിംഗ് ഗെയിം. ചൂസ് സം വേർഡ്സ് ഫ്രം യൂണിറ്റ്സ് ആൻഡ് ആക്ട് ദം ഔട്ട്. ഇതൊരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇതൊരു ഗെയിമാണ്. അപ്പോൾ ആ ഗെയിം നിങ്ങൾ സ്കൂളിൽ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ രണ്ടാമത്തെയാണ് നമുക്ക് എഴുതാനുള്ളത്. യു ഹാവ് എൻജോയ് റീഡിങ് ദ സ്റ്റോറി. ഹാവ് യു ഇൻ ദി സ്റ്റോറി ചെസ്റ്റർ റാക്കൂൺ എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് ഫീലിങ്സ്. സം ഓഫ് ഹിസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ. കോളം എ. ഫീലിങ്സ് കോളം എയിൽ കൊടുത്തിട്ടുണ്ട്. മാച്ച് ദം വിത്ത് സ്യൂട്ടബിൾ ഇമോജി. അതിൻ്റെ ഇമോജിയിലേക്ക് ചേർക്കണം. വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. പുതിയ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവൻ എന്താ തോന്നിയിരുന്നത്? അതുപോലെ ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. കുട്ടികളുടെയും ന്യൂ സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും പേടി. വെൻ മദർ കമ്പൽസ് ഹിം ടു സ്കൂളിൽ പോകാൻ പറഞ്ഞപ്പോൾ. വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്. മദറിൻ്റെ കിസ് കിട്ടിയപ്പോൾ. അതാണ് അല്ലേ ഉത്തരം. അത് വരിക ഇതാണ് വരിക. ബാക്കി ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ. കിസ് കിട്ടിയപ്പോൾ ലൗഡ്, ചിരിച്ചു. ഇതാണ് കേട്ടോ വരിക. ഞാൻ എഴുതി തെറ്റിപ്പോയി. സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവന് വിഷമായി. ടീച്ചേഴ്സ്, ന്യൂ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ അവന് ചിരി വന്നു. ടീച്ചേഴ്സിനെ കണ്ടപ്പോൾ പേടി വന്നു അല്ലേ. ഇങ്ങനെ
ഇനി ആക്ടിവിറ്റി 3 ഗ്രേറ്റ് ഇംപ്രിൻസ് ഓഫ് കിസ്സിംഗ് ഹാൻഡ് ബൈ ട്രേസിംഗ് യുവർ ഹാൻഡ്സ് ഓൺ എ പേപ്പർ. ഇത് നിങ്ങൾ അത് ആ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതും നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 4 സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് വേ യു മേ അറേഞ്ച് പ്രോപ്പർലി. ഇത് ഈ കഥയിലെ വാചകങ്ങൾ ഡിസോർഡറായി കൊടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങളത് ഓർഡറിലാക്കണം. എങ്ങനെ വരിക? ഇതാ. അപ്പം അതിൽ ആദ്യത്തെ ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റാക്കൂൺ പറഞ്ഞു ഞാനൊരു സീക്രട്ട് നിനക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. റാക്കൂൺ ചെസ്റ്ററെ കയ്യിൽ ഉമ്മ വെച്ചു. അപ്പോൾ ടുക്ക് ഹിസ് മദർ ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. അപ്പോൾ ചെസ്റ്റർ അമ്മയുടെ കയ്യിൽ ഉമ്മ വെച്ചു. ചെസ്റ്റർ ഡാൻസ് ഹിസ് വേ ടു ഹിസ് സ്കൂൾ ആൻഡ് ഹിസ് മദർ വാച്ച്. ഡാൻസ് ചെയ്തിട്ട് സ്കൂളിൽ പോയി എന്നാണ്. അപ്പം ഇത് ഈ ഓർഡറിലാണ് ഇത് എഴുതേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് ആക്ടിവിറ്റി 5 ചെസ്റ്റർ Raccoon just doesn't want to go to school. His mother compels him. Here is a part of conversation that take place between them. സ്കൂളിൽ പോകാൻ പറഞ്ഞപ്പോൾ അവർ തമ്മിൽ അമ്മ റാക്കൂണും ചെസ്റ്ററും തമ്മിൽ നടന്ന ഇത് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളാക്കാനാണ് പറയുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി എന്ത് പറയും? വാട്ട് ആർ യു സേയിങ് ഡിയർ? നീ എന്താ പറയുന്നത്? ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മയുടെ കൂടെ ഇരുന്നാൽ മതി. യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ്. എനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും. നോ ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് ടോയ്സായി കളിച്ചാൽ മതി. യു വിൽ ഗെറ്റ് ന്യൂ ബുക്സ് ആൻഡ് ടോയ്സ് ഫ്രം സ്കൂൾ. സ്കൂളിൽ പുതിയ ബുക്കും ടോയ്സ് കിട്ടും. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ഞാൻ അമ്മയോട് കൂടി ഇരിക്കട്ടെ. അപ്പോൾ സംടൈം വി ഹാവ് ടു ഡു വി ഡോണ്ട് വാണ്ട് ടു ഡു. ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് മേക്സ് യു ഓവർകം യുവർ ഫിയർ. ഞാൻ എനിക്ക് ഒരു ഫിയർ എന്നാണ് നിന്റെ സീക്രട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വാട്ട് സീക്രട്ട്? ദ സീക്രട്ട് ഈസ് കിസ്സിങ് ഹാൻഡ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഓക്കെ. അടുത്ത ആക്ടിവിറ്റി 6 ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ഓഫീസ് ഓഫ് ദി സ്കൂൾ. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്. ഹിയർ ഈസ് വാട്ട് ഹീസ് ഡിസ്ക്രൈബ് ഇറ്റ്. അല്ലേ, സ്കൂളിൽ ചെന്നപ്പോൾ എന്താണ് അവിടെ അത് ഈ സ്കൂളിലെ അവസ്ഥ വിശദീകരിക്കാനാണ് പറയുന്നത് കേട്ടോ. എന്താണ്? ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ സിറ്റിംഗ് ഓൺ ചെയർ ആൻഡ് ടീച്ചർ ഈസ് സ്റ്റാൻഡിങ് നിയർ ഹിം. അല്ലേ, ഹെഡ് മാസ്റ്റർ അവിടെ ഇരിക്കുന്നു, ടീച്ചർ അവിടെ ഉണ്ട്. 2 ടീച്ചേഴ്സ് ആർ സിറ്റിംഗ് ഇൻ ഓഫീസ്. 2 ടീച്ചേഴ്സ് ഓഫീസിലിരിക്കുന്നു. 1 ഓഫ് ടീച്ചേഴ്സ് ആർ റീഡിംഗ് ബുക്ക് വായിക്കുന്നു. ദർ ഈസ് എ ഡസ്റ്റ്ബിൻ നിയർ ദ ടേബിൾ. ടേബിളിൻ്റെ അടുക്കൽ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. തിങ്സ് ഓൺ ദ ഹെഡ് മാസ്റ്റർ ടേബിൾ ആർ പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ്. എ ക്ലോക്ക് ആൻഡ് കലണ്ടർ ഹാങ്ങിങ് ടു ദ വാൾ. ക്ലോക്കും കലണ്ടറും തൂക്കിയിട്ടുണ്ട്. ഇനി 7ാമത്തെ ആക്ടിവിറ്റി എന്താണ്? സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് അല്ലേ. സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നൗ ഇൻട്രൊഡ്യൂസ് യുവർ ടു ദ ക്ലാസ്. ഹൗ യു വിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? യു മേ റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ചെസ്റ്റർ തന്നെ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ നിങ്ങൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഇപ്പോൾ നിങ്ങളുടെ പേര് മനു എന്നാണെങ്കിൽ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ചെസ്റ്റർ റാക്കൂണിൻ്റെ സ്ഥാനത്ത് മനു എന്ന് വെക്കണം അല്ലേ. ഐ ആം ഫ്രം ദി സ്ഥലപ്പേര്, ഇവിടെ ഫോറസ്റ്റിനുള്ള സ്ഥലപ്പേര്. മൈ ഫാദർ ഈസ് ഫാദറിൻ്റെ പേര്. മൈ മദർ ഈസ് മദറിൻ്റെ പേര്. ഐ ലവ് മൈ പാരൻസ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ്, വേണമെങ്കിൽ വാച്ചിങ് മൊബൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി 8ാമത്തെ ആക്ടിവിറ്റി വെൻ ചെസ്റ്റർ ആൻഡ് ഹീസ് മദർ റീച്ച് സ്കൂൾ ദേ ഹാപ്പൻ ടു നോട്ടീസ് ബോർഡ് കണ്ടു അല്ലേ. ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചർ ഈസ് ഇൻ ലീവ്. റൈറ്റ് ഡൗൺ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യാനും പാടില്ലാത്ത കാര്യങ്ങൾ ഇവിടെ എഴുതാൻ പറയാണ്. എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ക്രിയേറ്റീവായ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്. മറ്റ് ക്ലാസ്സുകളെ ഡിസ്റ്റർബ് ചെയ്യരുത്. വേറെന്ത് എഴുതാം അല്ലേ. കംപ്ലീറ്റ് യുവർ നോട്ട്സ് ഹെൽപ്പ് ഫ്രം സ്റ്റഡിയിങ്. ഇതൊക്കെയാണ് ഡൂസ്. കീപ് ക്ലാസ് റൂം നീറ്റ്. റീഡ് നോട്ട് ബുക്സ്. ഡോണ്ട് പ്ലേ ഇൻ ദ ക്ലാസ്. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടീസ്. ഡോണ്ട് ടോക്ക് ലൗഡ്ലി. ഡോണ്ട് ലീവ് ക്ലാസ് വിത്തൗട്ട് പെർമിഷൻ. ഇത്രയും കാര്യങ്ങൾ ഡോൺസ് ആയിട്ടും നമുക്ക് എഴുതാൻ പറ്റും. ഇനി 9ാമത്തെ റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ഈ അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കുക.
വിത്ത്, ഓൺ, ടു, ഫ്രം. വിത്ത് പറഞ്ഞാൽ കൂടെ, ഓൺ മുകളിൽ, ടു ലേക്ക്, ഫ്രം ഇൽ നിന്ന്, അല്ലേ? പിക്ക് ഔട്ട് എ ഫ്യൂ സിമിലർ സെന്റൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ. അതുപോലത്തെ സെന്റൻസ് താഴെ പുസ്തകം എടുത്തെഴുതാനാണ് പറയുന്നത്. ഇങ്ങനത്തെ ഉണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഐ വാണ്ട് ടു. ഇത് ഒരുപാട് സെന്റൻസുകൾ നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, സിങ് ഓൺ ന്യൂ സ്വിങ്സ്, ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം മൈ ഹെദർ, ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. ഓക്കെ, ഇതൊക്കെയാണ് മറ്റ് സെന്റൻസുകൾ. ഇനി 10ാമത്തെ ആക്ടിവിറ്റി ഒരു കോൺവെർസേഷൻ, ചെസ്റ്റർ റാക്കൂണും ക്ലാസ് ടീച്ചറും തമ്മിൽ. ഇവിടെ മിസ്സിംഗ് വേർഡ്സ്, അതിൽ ഫ്രം, വിത്ത്, ടു, ഫ്രം, ഇൻ, ഇതിൽ പോയത് എങ്ങനെയാണ്? എങ്ങനെ പറയാം? ഐ ആം, ഇവിടെ എന്താ വരിക? ഫ്രം എന്നാ വരിക, അല്ലേ? വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ ഫോറസ്റ്റ്, ഇൻ ദി ഫോറസ്റ്റ്, അല്ലേ? ഈ കാട്ടിൽ എന്നാണ് വരിക. പിന്നെ ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരുടെ കൂടെ. ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ, വെൻ യു വിൽ ഗോ ടു, അല്ലേ? ഇവിടെ ടു ആണ് വരിക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഉത്തരമായിട്ട് വരിക, അല്ല മക്കളെ? ഇതേ ശരിയല്ലേ? ഇതാ ഫ്രം, ഇന്ന്, വിത്ത്, ടു. ഇനി ആക്ടിവിറ്റി 11. ഐ വെന്റ് ദ ഫോളോയിങ് ഡയറി എൻട്രി ഓഫ് ഐനു, ദർ ഈസ് സം എറേഴ്സ് ഇൻ ദിസ്, റീഡ് ഇറ്റ് ആൻഡ് എഡിറ്റ്. ഇതിൽ ഈ സംഭവങ്ങളിലെ ഈ ഡയറി നോട്ടിലെ തെറ്റുകൾ തിരുത്താനാണ്. ഇവിടെ ഐ വെന്റ് വിത്ത് എ സ്റ്റോർ എന്നാ പറയുന്നത്. ഐ വെന്റ് എന്നാണോ പറയുക? ഇവിടെ ഐ എന്നുള്ളത് ഹീ എന്നാണ്. ഹീ വെന്റ് അല്ലെങ്കിൽ ഐ, അല്ലേ? ഐ എന്നുള്ളത് വലിയ അക്ഷരം കൊടുക്കണം, അല്ലേ? I went to a store. I saw a big orange to the shelf and decided to buy it. I met my friend in that store. ഇവിടെ in ആ വരിക. മൈ ഫ്രണ്ട്, മൈ എന്നുള്ളത് വലിയ അക്ഷരം, എം വലുത് കൊടുക്കണം. മൈ ഫ്രണ്ട് ഇൻവൈറ്റ് ടു മീ ടു ഗോ ടു ദി പാർക്ക്. ഇവിടെ ബൈക്ക് വരും, ടു എന്നാണ് വരിക. ആൻഡ് വെന്റ് വിത്ത് ഹെർ, വിത്ത് എന്നാണ് വരിക ഇവിടെ, വിത്ത് ഹെർ. വി എന്നുള്ളത് വലിയ അക്ഷരം, ഡബ്ല്യു വലിയ അക്ഷരം കൊടുക്കണം. വി സാറ്റ് ഇൻ ദി ബെഞ്ച് അല്ലെങ്കിൽ ഓൺ ദ ബെഞ്ച്, ഓൺ എന്നാ വരിക. പിന്നെ ഐ എന്നുള്ളത് വലിയ അക്ഷരം കൊടുക്കണം. ഓറഞ്ച്, വിത്ത് അല്ലെങ്കിൽ വിത്ത് ദ ഗാർബേജ്. ഐ ത്രൂ ഇൻ ദി ഗാർബേജ് അല്ലെങ്കിൽ ടു ദി ഗാർബേജ് എന്നാ വരിക. ഓക്കെ, ഇതാ ഇൻ ടു ദി ഗാർബേജ്, ഇൻ ടു ദി ഗാർബേജ്. ഇവിടെ ഐ ഉണ്ടോ? ഇതാണ് സെൻറ്റൻസ് കൃത്യമായിട്ട് തിരുത്തി എഴുതേണ്ടത്. ഇനി 12ാമത്തെ ആക്ടിവിറ്റി, റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻ ടു ടു. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് നോയ്സ്. ഇത് രണ്ട് സെൻറ്റൻസ് ആക്കി എഴുതാനാണ്. അപ്പോൾ യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ഫ്രണ്ട്സ്. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സിങ് ഓൺ ന്യൂ സ്വിങ്സ്. അപ്പോൾ എങ്ങനെ എഴുതാം? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ് എന്നാണ് വരിക, അല്ലേ? അല്ലേ മക്കളെ? എന്താ അടുത്തതോ? ഷീ took Chester's hand carefully wrapped his fingers. She took Chester's hand, she carefully wrapped his fingers. ഞാൻ രണ്ട് സെൻറ്റൻസ് ആക്കി എഴുതാം. ഇനി റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ഇൻ ടു സെൻറ്റൻസ്. ഈ പാസേജ് സെൻറ്റൻസുകളാക്കി താഴേക്ക് എഴുതാനാണ് പറയുന്നത്. ഇങ്ങനെ എഴുതാം. എ ക്യൂരിയസ് റാക്കൂൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ്. ഈ ഫസ്റ്റ് സെൻറ്റൻസ്, അല്ലേ? ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. ഇതാണ് ഇതിനൊരു സെൻറ്റൻസ് ആക്കി എഴുതിയിരിക്കണം. വൺ ഡേ ഇറ്റ് ഫൗണ്ട് എന്താണ് ഷൈനി ഒബ്ജക്റ്റ്. ഇറ്റ് ഡിസൈഡ് ടു ടേക്ക് ബാക്ക് ടു ഇറ്റ് കോസി ഡെൻ. ഇറ്റ് placed the object on a soft bed of leaves. It started at it with wonder. The raccoon's eyes sparkled. It had discovered a beautiful toy. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി 13ാമത്തെ ആക്ടിവിറ്റി, ഷാൾ വി പ്ലേ വിത്ത് വേർഡ്സ്. കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. ഇവിടെ ക്രോസ് വേർഡ് ചെയ്യാനാണ് പറയുന്നത്. ഒന്ന് അക്രോസ്, കുറുകെ, ഡൗൺ താഴേക്ക്, അല്ലേ? അപ്പോൾ ഇവിടെ ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. എങ്ങനെ വരിക? മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. അതിനെന്താ പറയുക? സ്വിങ് എന്നാ പറയുക. സ്വിങ് ചെയ്യുന്നതിനാണ്, അല്ലേ? അടുത്തത് ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. 5 മൂവ് ചെയ്യുന്നതിന് എന്താ പറയുക? 5 സ്കാമ്പർ എന്ന് പറയും. അടുത്ത ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീയിങ്, എളുപ്പം തോന്നാം.
അതിനെന്താ പറയുക? എത്രാമത്തെയാണ്? 7. കോസി. എന്താണ്? കോസി. പിന്നെ ടു ഡൗൺ താഴേക്ക്. ടു കവർ എൻക്ലോസ് ഇൻ പേപ്പർ സോഫ്റ്റ് മെറ്റീരിയൽ. കവർ ചെയ്യുന്നതിന് എന്താ പറയുക? 2. റാപ്പ് അല്ലേ? റാപ്പ് ചെയ്യുക. റബ് സംതിങ് ജെന്റ്ലി വിത്ത് നോസ് ആൻഡ് ഇഫ് ഇറ്റ് ഷോൺ അഫെക്ഷൻ. സ്നേഹത്തോടെ ഇങ്ങനെ റബ്ബ് ചെയ്യണേന് എത്രാമത്തെയാണ്? 6 അല്ല 3. എന്താണ്? ന്യൂസി. എന്താണ്? ന്യൂസി. അടുത്തത് ഫ്രൈറ്റനിങ് കോസിങ് ഫിയർ. പേടി ഉണ്ടാവണം. അതിന് 5 ലെറ്റേഴ്സ് ഉണ്ട്. 4. എന്താണ്? സ്കെയറി. അടുത്തത് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ ചൈൽഡ് ടു പ്ലേ വിത്ത്. കുട്ടികൾ കളിക്കുന്ന സാധനം. ടോയ്സ് അല്ലേ? 6 ടോയ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് 5ാം ക്ലാസ്സിലെ ആക്ടിവിറ്റീസ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകളിൽ പുതിയ പാഠത്തിൻ്റെയും ആക്ടിവിറ്റീസും മറ്റുമൊക്കെ വരും. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ. വീണ്ടും കാണാം. താങ്ക് യു.